നമസ്കാരം. ഞങ്ങളുടെ ചാനൽ എല്ലാം ഒത്തുചേർന്ന ഒരിടമായിരുന്നു ലാ മൈസൺ റോസ്. പാബ്ലോ പിക്കാസോ, സാൽവഡോർ ഡാലി, എഡിത്ത് പിയാഫ് തുടങ്ങിയ സർഗാത്മകരുടെ പതിവ് സംഗമസ്ഥലമായിരുന്നു ലാ മൈസൺ റോസ്, മോൺമാർട്രയിലെ പിങ്ക് ഹൗസ്. പാരീസിലെ മോൺമാർട്രെ ജില്ലയിലെ ഒരു ചരിത്രപ്രസിദ്ധമായ റെസ്റ്റോറൻ്റാണ് ലാ മൈസൺ റോസ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇത് പിക്കാസോ, ഡാലി തുടങ്ങിയ കലാകാരന്മാരുടെ പ്രശസ്തമായ ഒത്തുചേരൽ സ്ഥലമായി മാറി. സ്പാനിഷ് ചിത്രകാരൻ റാമോൺ പിച്ചോട്ട് ഭാര്യ ജെർമെയിൻ ഗാർഗല്ലോയ്ക്കൊപ്പം ഈ കെട്ടിടം വാങ്ങി. അവർ മുൻഭാഗം പിങ്ക് നിറത്തിൽ വരച്ച് ഒരു റെസ്റ്റോറൻ്റായും കലാകാരന്മാരുടെ കേന്ദ്രമായും മാറ്റി. മൗറീസ് ഉട്രില്ലോ പോലുള്ള കലാകാരന്മാരുടെ ചിത്രങ്ങളിലൂടെയാണ് വീടിൻ്റെ പ്രശസ്തി വളർന്നത്. അദ്ദേഹം തൻ്റെ കൃതികളിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും അതൊരു ജനപ്രിയവും മനോഹരവുമായ സ്ഥലമായി തുടരുന്നു. സേക്രഡ് ഹാർട്ട് ഓഫ് മോണ്ട്മാർട്രെ ബസിലിക്ക. റാങ്കോ പ്രഷ്യൻ യുദ്ധത്തിലും പാരീസ് കമ്മ്യൂണിലും ഫ്രാൻസിൻ്റെ പരാജയത്തിനു ശേഷമുള്ള മോണ്ട്മാർട്രയിലെ സേക്രഡ് ഹാർട്ട് ബസിലിക്കയുടെ ചരിത്രം വേരൂന്നിയിരിക്കുന്നത് 1875 പോൾ അബാഡി രൂപകൽപ്പന ചെയ്ത നിർമ്മാണം ആരംഭിച്ചു. കൂടാതെ കല്ലുകൾക്കുള്ള സബ്സ്ക്രിപ്ഷനിൽ നിന്നുള്ള സംഭാവനകളിലൂടെയാണ് ഇത് ധനസഹായം ലഭിച്ചത്. 1914 ബസിലിക്ക പൂർത്തിയായെങ്കിലും 1-ാം ലോകമഹായുദ്ധത്തിനു ശേഷം 1919 ഔദ്യോഗികമായി സമർപ്പിക്കപ്പെട്ടു. ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ പാരീസിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം. പുരാതന കാലങ്ങളെ വിളിച്ചറിയിക്കുന്ന വിൻറ്റേജ് കാറുകൾ ടൂറിസ്റ്റുകൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നു. നിരവധി സന്ദർശകരാണ് ഈ ഒരു ചെറിയ ഗ്രാമം കാണാനെത്തുന്നത്. ബസിലിക്കയുടെ മതിലുകളിൽ വിശ്വാസം എന്ന രീതിയിൽ ലോക്കുകൾ തൂക്കിയിടാറുണ്ട് വിശ്വാസികൾ. നിത്യസ്നേഹത്തെ പ്രതീകപ്പെടുത്തുന്നതിനായി പ്രണയപരമായ ഒരു ആംഗ്യമെന്ന നിലയിൽ ചുറ്റുമുള്ള ഗേറ്റുകളിലും
വേലികളിലും ആളുകൾ പാഡ്ലോക്കുകൾ അല്ലെങ്കിൽ ലവ് ലോക്കുകൾ ഘടിപ്പിക്കുന്നു. ദമ്പതികൾ സാധാരണയായി അവരുടെ പേരുകളോ ഇനീഷ്യലുകളോ പൂട്ടിൽ ആലേഖനം ചെയ്യുകയും ഒരു പൊതുസ്ഥലത്ത് ഘടിപ്പിക്കുകയും തുടർന്ന് ഒരു അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നതിനെ താക്കോൽ വലിച്ചെറിയുകയും ചെയ്യുന്നു. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ യാത്രയുടെ തുടക്കത്തിനായി കാത്തിരിക്കുക.